ഗൈസ്, നമുക്ക് നമ്മുടെ ബാല്യകാലത്തേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, എന്റെ കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മകളാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് അയ്യോ, ഇതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടല്ലോ പണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും ടി വി, അല്ലേ? എന്നാൽ എന്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ് വരെ ഒന്നും ടി വി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ടി വി കാണാൻ വേണ്ടി എന്റെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു സിനിമ മുഴുവനായിട്ട് നമ്മൾ കാണണമെങ്കിൽ ആ വീട്ടുകാരോട് വിചാരിക്കണണ്ട, അവർക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ചാനൽ മാറ്റി കാണണമെന്നുണ്ടെങ്കിലോ നമുക്ക് ആ ടി വിയിൽ ആ സിനിമ കാണാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ഒരു പ്രായത്തിലുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ എന്നെക്കാളും ഏജ് കൂടുതലുള്ള ചേച്ചി ചേട്ടന്മാരൊക്കെ പണ്ട് ടി വി കണ്ടിട്ടുണ്ടായിരുന്നത് തൊട്ടടുത്ത അയൽക്കാരുടെ വീട്ടിൽ നിന്നായിരിക്കും, അല്ലേടാ? പിന്നെ നമ്മുടെ കുഞ്ഞു വണ്ടികളുടെ കാലം. പണ്ടൊക്കെ എന്താ ഈ റിമോട്ട് കാറോ വലിയ വലിയ ബാർബിയോ ഒന്നും വേണ്ടടാ. ഞാനൊക്കെ വണ്ടി ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് വെച്ചെങ്കിൽ, അതായത് നമ്മുടെ മച്ചിങ്ങയില്ലേ, ഇവിടെ നമ്മൾ വെളിച്ചിങ്ങ എന്നാണ് കേട്ടോ പറയാ. അത് ഉജാലയുടെ കുപ്പി ഇതൊക്കെ വെച്ചിട്ട് വണ്ടി ഉണ്ടാക്കിയിട്ട് ഉരുട്ടി കളിക്കുമായിരുന്നു. അതിൽ ഈ ചെരുപ്പൊക്കെ റൗണ്ടിൽ മുറിച്ചിട്ടാണ് കേട്ടോ അതിന്റെ ടയറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏതായാലും അതിന്റെ ചിത്രം ഇവിടെ കൊടുക്കാവേ. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെറുപ്പത്തിൽ വണ്ടികളൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടില്ലേ എന്ന് പറയണം കേട്ടോ. അന്നൊക്കെ അത് ഓടിക്കുമ്പോൾ എന്താ സ്വന്തമായിട്ട് ഒരു കാറൊക്കെ ഓടിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ കുട്ടികളെ അംഗനവാടിയിലും LKG പോകുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാവിടാ. എന്തെന്നാലും പണ്ട് ഞാൻ അംഗനവാടിയിൽ പോയിട്ടേ ഇല്ല. അതായത് ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം ഒരു 3-4 മാസം അത്ര മാത്രമേ പോയിട്ടുള്ളൂ. ഓരോ ദിവസം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്ന് എന്ത് കാരണം ഉണ്ടാക്കാം, അംഗനവാടിയിൽ പോകാൻ എന്തെങ്കിലും ഒരു റീസൺ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇന്നാലേക്കും അതൊക്കെ എന്താ മിസ് ചെയ്യുന്നു കേട്ടോ. ഇന്ന് എന്റെ അച്ഛനമ്മ അത് പറഞ്ഞ് ദിവസം കളിയാക്കാറുണ്ട്, പണ്ട് എന്ത് മടിയായിരുന്നു നിനക്ക് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അങ്ങനെ ചെറുപ്പത്തിൽ എന്താ സ്കൂളിൽ അംഗനവാടികളിലൊക്കെ പോകാൻ മടിയുള്ള ഒരാളായിരുന്നോ? എങ്കിലും എന്തായാലും പറയണേ. കൂടാതെ പണ്ടൊക്കെ ഒരു ഓട്ടോയിൽ കയറാ എന്ന് പറയുന്നത് എന്തോ വല്ലാതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. എന്തെന്നാല് എന്നെ പോലെ ഒരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ച് വളർന്ന ഏതൊരു കുട്ടിയും പണ്ടൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാവുക ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും അടുത്തൊക്കെ പോകാനാണെങ്കിൽ നടന്നിട്ട് തന്നെയായിരിക്കും പോയി കാണുക. അപ്പൊ എന്താ ഒരു ഓട്ടോയിലേക്ക് കയറാ, ഇന്നത്തെ പോലെയല്ലല്ലോ പണ്ട്. ഒരു ഓട്ടോയിലേക്ക് കയറാ എന്ന് പറയുന്നത് എന്താ വലിയ എന്തോ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും മിസ്സാവുന്ന ഒരു കാര്യം, അത് മറ്റൊന്നുമല്ല, എന്റെ ചൈൽഡ്ഹുഡിലെ കൂട്ടുകാരും അവരെ കുറിച്ചുള്ള ഓർമ്മകളും ആ അന്ന് കളിച്ച കളികളും ഒക്കെയാണ് കേട്ടോ. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, എന്റെ വീട് പുഴയുടെ അടുത്താണേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എളമ്പക്ക, അതായത് ഇവിടെ ഇളയക്ക എന്നാണ് പറയാ, ഞങ്ങൾ ഇളയക്ക വരാൻ വേണ്ടിയിട്ട് പുഴയിൽ പോകും. അതൊക്കെ ഇന്നാലേക്കും എന്താ വല്ലാതൊരു മിസ്സിങ് ആണ് കേട്ടോ. ഒരിക്കലും ഞങ്ങൾക്ക് ഇനി എന്താ പഴയ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എല്ലാവരും ഇപ്പൊ എന്താ ഏതൊക്കെയോ വഴിക്കായില്ലേ. അപ്പൊ എന്താ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തെന്നില്ലാതെ വല്ലാതെ മിസ്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ചെറുപ്പത്തിൽ കൂട്ടുകാരെ കൂടെ ചെയ്ത കളികളും പ്രവൃത്തികളും അവരെ കൂടെ പോയ സ്ഥലങ്ങളും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഞാനിപ്പോ പറഞ്ഞല്ലോ, എനിക്ക് അംഗനവാടിയിൽ പോകാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു, പക്ഷെ എനിക്ക് സ്കൂളിൽ പോകാൻ വല്ലാതെ ഇഷ്ടമായിരുന്നേ. അതായത് എന്താ, എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് എന്റെ 7ാം ക്ലാസ് ആണ് കേട്ടോ. ആ ഒരു ക്ലാസ്സിന് എന്താ ഇത്രയും പ്രത്യേകത എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്ലാസ്. സ്റ്റിൽ ഞാൻ ഇപ്പോഴും ആ ഒരു ക്ലാസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കൂട്ടുകാരി അല്ലെങ്കിൽ അന്നത്തെ നല്ല നല്ല ഓർമ്മകള് ഒക്കെ എനിക്ക് വളരെ മിസ് ചെയ്യാറുണ്ട്. അന്നൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്താ, അന്ന് സന്തോഷിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാം ഉണ്ട്, നമുക്ക് മൊബൈൽ ഫോൺ എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. പക്ഷെ ആ ഒരു കാലം, ആ ഒരു എന്താ പീരീഡ് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പൊ ഗൈസ്, ഞാനിപ്പോ കുറെ കാര്യങ്ങൾ എന്റെ പഴയ ഓർമ്മകളിൽ നിന്നെടുത്ത് പറഞ്ഞു. ഇതിൽ നിന്ന് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യം ഏതാണെന്ന് എന്തായാലും പറയാം കേട്ടോ. അതായത് ടി വി കാണാൻ പോയതാണോ, അതോ കുഞ്ഞു വണ്ടി ഉണ്ടാക്കി കളിച്ചതാണോ, അതോ കൂട്ടുകാരത്ത് കളിച്ചതാണോ, അല്ലെങ്കിൽ അംഗനവാടിയിലും സ്കൂളിലും പോകാൻ മടിയുള്ളതാണോ, അല്ലെങ്കിൽ ആ ഫ്രണ്ട്സുമായിട്ടുള്ള ഓർമ്മകൾ മിസ് ചെയ്യുന്നതാണോ? എന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.